എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡയറക്റ്റ് മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്നിവിടെ പറയുന്നത്. ഒരു ഡയറക്റ്റ് മാർക്കറ്റിങ്ങും ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസത്തിൽ നമ്മൾ പരമ്പരാഗതമായി ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ അവലംബിച്ചുകൊണ്ടിരുന്നത്. ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു കസ്റ്റമറിൽ എത്തിച്ചേരുമ്പോൾ അതിന് വിവിധ തലങ്ങളിലൂടെയാണ് അത് കമ്മീഷൻ കൊടുത്താണ് ഇത് എത്തിക്കൊണ്ടിരുന്നത്. അതായത് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ആദ്യം കമ്പനി ഒരു പരസ്യം കൊടുക്കുന്നു. കുറേ സിനിമാ നടന്മാരെയും മറ്റ് ആക്ടേഴ്സിനെയും ഒക്കെ വെച്ച് പരസ്യം കൊടുക്കുന്നു. അതുകൂടാതെ അത് ഏജൻറ്റ് വഴി ഹോൾസെയിലിലെത്തുന്നു, അവിടെ സ്റ്റോക്കിസ്റ്റിലെത്തുന്നു, കൂടാതെ അത് റീറ്റെയിലിലെത്തുന്നു. റീറ്റെയിലിൽ എത്തിക്കഴിയുമ്പോൾ ഇതിനകത്ത് കമ്പനിക്ക് 100 രൂപയാണ് ഈ ഉൽപ്പന്നത്തിന് ചിലവ് വരുന്നതെങ്കിൽ ഒരു കസ്റ്റമറുടെ അടുത്ത് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായും 450 രൂപയോളം വില വരുന്നു. ആ 450 രൂപ റേറ്റിൽ MRP ആയിട്ട് കസ്റ്റമർ വാങ്ങുന്നത്. കസ്റ്റമർക്ക് ഇതുകൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ല. ഇതുകൊണ്ടുള്ള പ്രയോജനം വരുന്നത് ഈ ഇടനിലക്കാർക്കും ഈ കമ്പനിക്കും മാത്രമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഉള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം നേരിട്ട് ഗുണഭോക്താവിൽ എത്തുക, അതായത് കസ്റ്റമറിലെത്തുന്നു. ആ കസ്റ്റമർ ഇതിനിടയ്ക്ക് ഇടനിലക്കാരും തന്നെയില്ല. ഇതിനകത്ത് വരുന്ന എല്ലാ ചെലവുകളും ഈ കസ്റ്റമർക്ക് തന്നെ ലഭിക്കുന്നു. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഒരു ഗുണഭോക്താവ് തന്നെ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ തന്നെ ഐഡിയ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങിക്കൊണ്ട് അതിൽ ബിസിനസ്സിലേക്ക് കടന്നു വരികയും മറ്റുള്ളവർക്ക് ആ ഉൽപ്പന്നം കൊടുത്ത് 99% ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ വിതരണം ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുകയും അതിൻ്റെ വരുമാനത്തിൻ്റെ കമ്പനിയുടെ വരുമാനത്തിൻ്റെ ലാഭവിഹിതത്തിൽ നല്ലൊരു വിഭാഗവും ഈ ഗുണഭോക്താവിന് തന്നെ അല്ലെങ്കിൽ ഈ കസ്റ്റമറിന് തന്നെ കിട്ടുന്ന രീതിയിലാണ് കമ്പനി ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. മൊത്തം ബിസിനസ്സുകാർ 20% കോടീശ്വരന്മാരാകുന്നത് ഈ ഡയറക്റ്റ് ബിസിനസ്സിലൂടെയാണ്. അതുകൊണ്ട് ഡയറക്റ്റ് ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ പരമാവധി ഗുണനിലവാരമുള്ളതും മായം കലരാത്തതുമായ ഉൽപ്പന്നങ്ങളാണെന്ന് നമുക്ക് 99% വിശ്വസിച്ച് വാങ്ങാവുന്ന ഉൽപ്പന്നങ്ങളാണ്. ഈ മാർക്കറ്റിങ്ങിലൂടെ കടന്നു വരുന്നവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. അധിക നാളുകൾ കഴിയാതെ തന്നെ ഈ മാർക്കറ്റിംഗ് രാജ്യത്ത് മുഴുവൻ വ്യാപിക്കുകയും MLM മാർക്കറ്റിൻ്റെ സാധ്യത അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ സാധ്യത ഗവൺമെൻറ്റുകൾ കണ്ടുകൊണ്ട് തന്നെ ഗവൺമെൻറ്റുകളും അതിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് വന്നിട്ടുള്ളതാണ്. ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ബിസിനസ്സിലൂടെ നമുക്ക് കൂടുതൽ ഹെൽത്തും വെൽത്തും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിസിനസ്സിലേക്ക് താല്പര്യമുള്ള ആർക്കും കടന്നു വരാവുന്നതാണ്. പ്രായഭേദമന്യേ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലേക്ക് താല്പര്യമുള്ളവർക്ക് എല്ലാം കടന്നു വരികയും അതിൽ പങ്കാളികളാവുകയും നല്ല ഹെൽത്തും വെൽത്തും സമ്പാദിക്കുന്നതിനും ഈ ബിസിനസ്സിലൂടെ നമുക്ക് കഴിയുന്നതാണ്. അതിന് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.